പിടി ഉപ്പുണ്ടെങ്കിൽ 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യാം. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കൂ. വളരെ നല്ല കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പിടി ഉപ്പ് മാത്രം മതി നമ്മുടെ വീട്ടിലെ പെറ്റിപരികി വരുന്ന എലികളെയും പല്ലികളെയും പാറ്റകളെയും എല്ലാം തുരുത്താൻ. എത്ര കറ പിടിച്ച പാത്രങ്ങളാണ് വെട്ടിത്തിളങ്ങാനും വീട്ടിലത്തെ നല്ല നല്ല കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ഉപ്പ് മാത്രം മതി. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പിടി ഉപ്പും കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. കറിയിൽ മാത്രം ഇടാൻ മാത്രമല്ല, നമുക്ക് ഈ ഉപ്പ് കൊണ്ട് ക്ലീൻ വരെ ചെയ്യാൻ പറ്റും. അതുപോലെ വീട്ടിൽ ശല്യക്കാരെ മാറിക്കൊണ്ടിരിക്കുന്ന പല്ലികളെയും പാറ്റകളെയും എലികളെയും എല്ലാം തുരത്താനും ഉപ്പ് മാത്രം മതി. ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം. നമ്മൾ ഈ പാലൊക്കെ കാച്ചുന്ന പാത്രമാണിത്. ഇത് കണ്ടില്ലേ, കരിഞ്ഞ് പിടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കരിഞ്ഞിരിക്കും. നമ്മൾ എങ്ങനെയൊക്കെ കഴുകിയെന്ന് പറഞ്ഞാൽ ഇത് വെളുക്കത്തെ ഇലക്കാറ പോലെ കരിഞ്ഞ് തന്നെ അങ്ങനെ ഇരിക്കും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇങ്ങനെ കഴിയുന്ന പാത്രത്തിൽ, ഇത് പാല് കരിഞ്ഞ പാത്രമാണെങ്കിലും അല്ലെങ്കിൽ കറി വെച്ചിട്ട് കരിയുന്ന പാത്രമാണെങ്കിലും നിങ്ങളിങ്ങനെ ചെയ്താൽ മതി. അതിനായിട്ട് 2 ടീസ്പൂണോളം ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ് നമുക്കിവിടെ വേണ്ടത്. ഞാനിത് കല്ലുപ്പ് പൊടിച്ച് വെച്ചിരുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പായിട്ടുണ്ടെങ്കിൽ അത് എടുത്തോളൂ. എന്നിട്ട് കുറച്ച് നേരം നല്ലപോലെ അതിലേക്ക് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിലേക്ക് അരമുറി നാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് വെച്ചിട്ട് നാരങ്ങയുടെ തൊണ്ട് കൊണ്ട് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്യാം. ഈ ഉപ്പും ആ ഉപ്പിൻ്റെ ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കേണ്ട, നാരങ്ങയുടെ നീര് മാത്രം മതി. അതുമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. നല്ല വെട്ടിത്തിളങ്ങി നമ്മുടെ പാത്രങ്ങളെല്ലാം കിട്ടും കേട്ടോ. ആ കരിഞ്ഞ് പിടിച്ചാന്ന് പിന്നെ പറയത്തേ ഇല്ല പാത്രം. ഇത് കണ്ടില്ലേ, നിമിഷ നേരം കൊണ്ട് ആ ഉപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം കരി മുഴുവനും ഉപ്പി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കഴുകി കാണിച്ചു തരാം. വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. കണ്ടില്ലേ, നല്ലപോലെ തിളങ്ങി പാത്രം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പളപളാന്ന് മിന്നി പാത്രം കിട്ടും നമുക്ക്. അപ്പോൾ എത്ര കരി പിടിച്ച പാത്രമാണെങ്കിലും നിങ്ങൾക്ക് കഴുകാൻ ഒരു പിടി കല്ലുപ്പ് മാത്രം മതി. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഇനി അടുത്ത ടിപ്പ്, ഞാനിവിടെ മിക്സിയുടെ ജാറയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് മിക്സിയുടെ ജാറൊക്കെ എപ്പോഴും ബ്ലേഡൊക്കെ മൂർച്ച കുറവാണെങ്കിൽ നമ്മളത് മാറിപ്പോയി വേറെ ബ്ലേഡ് ഇടാറാണ് പതിവ് അല്ലേ. എങ്കിലും ഇങ്ങനെ ആരും എപ്പോഴും മാറാൻ പോകേണ്ട കാര്യമില്ല. കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. നമ്മുടെ ആ മിക്സിയുടെ ജാറയിലൊക്കെ ആ ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടുകയും ചെയ്യുക. അതിനകത്തുള്ള കറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകുന്നതുമാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ അതെല്ലാം ഒന്ന് കല്ലുപ്പ് പൊടിച്ചെടുത്ത് ഇതിൻ്റെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ മിക്സിയുടെ ജാറിൽ നിന്ന് കഴുകി കാണിക്കാം കേട്ടോ. അതിൻ്റെ അകത്തുള്ള കറയും അതുപോലെ ചെളിയും അതൊക്കെ പോയിട്ടുണ്ട്. ഇതിന് നല്ല മൂർച്ചയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ്, ഞാൻ ആ പൊടിച്ച് വെച്ചിരുന്ന ഉപ്പ് തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. ഇത് കളയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ആ കല്ലുപ്പ് പൊടിച്ചത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഉപ്പ് പൊടി ഞാൻ കുറച്ച് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് സ്പ്രേ ആണ് ചെയ്ത് വെക്കുന്നത്. ഈ സ്പ്രേ ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കംഫർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒഴിച്ച് വെച്ചാലും മതി. ഇപ്പം ടിഷ്യൂ പേപ്പറിൽ സ്പ്രേയും ചെയ്ത് ഉപ്പിലേക്ക് സ്പ്രേയും ചെയ്തിട്ട് ഞാൻ നമ്മുടെ അലമാരിയിലെ പാറ്റാശല്യമൊക്കെ വളരെ കൂടി നമ്മൾ ഈ തടിയലമാരി ആകുമ്പോഴത്തേക്ക് പാറ്റയുടെ ശല്യം വളരെ കൂടുതലാണ്. അത് പല്ലിയൊക്കെ കയറി ഇറങ്ങി അതിലെ ഫയല് കാര്യങ്ങളെല്ലാം നശിപ്പിച്ച് വെച്ചിട്ട് പോകും. അത് മാത്രമല്ല, നമ്മൾ അധികം തുറക്കാത്തൊക്കെ അലമാരിയൊക്കെ ആണെങ്കിൽ ഒരു സൈസ് പൂപ്പൽ മണം പോലെയൊക്കെ വരും. അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉപ്പിൽ ഒരു സ്പ്രേ അടിച്ചിട്ട് അല്ലെങ്കിൽ കംഫർട്ട് ഒഴിച്ചിട്ട് നിങ്ങളിങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പല്ലി പാറ്റ ശല്യം ഒന്നും അതിനകത്ത് ഉണ്ടാകത്തില്ല. നമ്മുടെ ഫയലൊന്നും നശിപ്പിക്കത്തുമില്ല. അത് മാത്രമല്ല, ഇത് ബാഡ് സ്മെല്ലൊക്കെ പോകുന്നതുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ ടൈലിൻ്റെ ഒക്കെ ഇത് കണ്ട് ഇതുപോലെ ആ കിടക്കുന്നിടത്ത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് കണ്ടില്ലേ, ആ ഒരു സൈഡിൽ എപ്പോഴും ഈ അഴുക്ക് പിടിച്ചിരിക്കാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ എങ്ങനെയൊക്കെ തുടച്ച് നിർത്തുമെന്ന് പറഞ്ഞാലും ആ ഒരു ഇതിൻ്റെ അകത്ത് ആ വരയ്ക്കകത്താണെങ്കിൽ നല്ലപോലെ അഴുക്ക് കാണും കേട്ടോ. അങ്ങനെ ആ സൈഡിലെല്ലാം നല്ല അഴുക്ക് കാണും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ്, കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ബ്രഷാണ് വേണ്ടത്. പഴയ ഏതെങ്കിലും ബ്രഷ് എടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് ഇച്ചിരി പേസ്റ്റ് കൂടി തേച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര അഴുക്ക് പിടിച്ചാണെങ്കിലും പെട്ടെന്ന് നല്ലപോലെ വെളുത്തിയിട്ട്, ഇത് ബ്ലാക്ക് കളറിലെ ടൈലായത് കാരണം മനസ്സിലാകത്തില്ല. വൈറ്റ് കളറിലെ ടൈലൊക്കെ ഉള്ളവരൊക്കെ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം ചെളി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിൽ കാണും ഇതുപോലെ വസ്തിയുടെ കോഫിയുടെ കപ്പ് കാണും അല്ലേ. അപ്പോൾ ഇതുപോലെ ഒരു കപ്പ് എടുക്കുക. അതിന് മുകളിലേക്ക് നമ്മൾ ആ കല്ലുപ്പിട്ട് കൊടുക്കുക. ഈ കല്ലുപ്പിട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീട്ടിലെ കത്രികയ്ക്കൊക്കെ മൂർച്ച വളരെ കുറവായിരിക്കും. നമ്മൾ എന്ന് യൂസ് ചെയ്യുന്നതുകൊണ്ട്. പക്ഷേങ്കിൽ ഇങ്ങനൊന്ന് ചെയ്ത് നിങ്ങൾക്ക് കോഫി മഗ്ഗിലുണ്ട് അതിൻ്റെ ഒരു പരിഹാരം കേട്ടോ.
കത്തിക്ക് മൂർച്ച കൂട്ടാൻ വെളിയിൽ ഇനി കാശ് കൊടുത്ത് മൂർച്ച കൂട്ടേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ എത്ര മൂർച്ചയില്ലാത്ത കത്തിയും നല്ലപോലെ മൂർച്ചയാക്കാൻ പറ്റും. ഇതുപോലെ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഉരച്ചെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മൂർച്ച കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു സവോള ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. പെട്ടെന്ന് തന്നെ നമുക്കത് കട്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. കോഫി മഗ് ഇതുപോലത്തെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കല്ലുപ്പിട്ടില്ലേലും നിങ്ങൾ ഉരച്ച് കൊടുത്താൽ മാത്രം മതി. നല്ല പോലെ മൂർച്ച കത്രികയ്ക്കും ഒക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ്, ഞാൻ ഇവിടെ ടിഷ്യൂ പേപ്പറിലേക്ക് ഒരു സ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ ഒരു കുപ്പിയിലേക്ക് ആക്കണം. നിങ്ങളുടെ ഒരു പൗഡറൊക്കെ തീർന്ന പൗഡർ ടിൻ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് നല്ലത്. ഇപ്പം ഞാൻ ഇതൊരു ഗുളികയുടെ ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം മഴക്കാലമല്ലേ, മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഉറുമ്പിൻ്റെ ശല്യം വളരെ കൂടുതലാണ്, അതുപോലെ തവളയുടെ ശല്യവും കൂടുതലാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് പെരയ്ക്കകത്തൊക്കെ തവള കയറി വരുവാണെങ്കിൽ ആ പെരയുടെ ആ കതകിൻ്റെ സൈഡായിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉറുമ്പ് വരുന്ന വഴിയൊക്കെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഒരു ഉറുമ്പ് വീടിൻ്റെ പരിസരത്ത് പോലും വരത്തില്ല. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. ഇത് മാത്രമല്ല, പൊടി ഈച്ചകളൊക്കെ വരാതിരിക്കാനൊക്കെ സഹായിക്കുന്നതാണ് ഇത് കേട്ടോ. എന്നിട്ട് നമ്മുടെ വീടിൻ്റെ കതകിൻ്റെ നേരെ, അതായത് പെരയ്ക്കകത്തോട്ട് കയറി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ തിണ്ണയിൽ, അതായത് നമ്മുടെ ഫ്രണ്ടിൽ ഡോറിൻ്റെ ഭാഗത്തെല്ലാം ഇതേ രീതിയിൽ തറയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ തവളയൊന്നും വീട്ടിലേക്ക് കയറി വരത്തില്ല. നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ്, ഞാൻ ഇവിടെ ഒരു ചെരുവത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു കറുവാപ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പച്ചമുളകിൻ്റെ നെടുപ്പാണ് എടുക്കുന്നത്. ആ നെടുപ്പ് ഉണ്ടെങ്കിൽ വളരെ നല്ല റിസൾട്ട് കിട്ടും ഇത്, ഈ ഒരു ടിപ്പ് കേട്ടോ. എലിയുടെയും പല്ലിയുടെയും പാറ്റയുടെയൊക്കെ ശല്യം കൂടി നിൽക്കുന്ന ഈ സമയത്ത് നമുക്ക് വിഷാംശങ്ങളൊന്നുമില്ലാതെ ഒറ്റ സ്പ്രേയിൽ തന്നെ വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് ഓടിക്കാൻ പറ്റുകയും ചെയ്ത് കൂട്ടത്തോടെ കൊല്ലുന്ന ചത്തും പോകും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇതിട്ട് കൊടുത്ത ശേഷം നാരങ്ങയുടെ തൊണ്ടുണ്ടെങ്കിൽ നാരങ്ങയുടെ തൊണ്ടും കൂടെ നിങ്ങൾ ഇട്ട് കൊടുക്കുക. കാര്യം ഈ നാരങ്ങയുടെ പുളിയും അതുപോലെ തന്നെ കറുവാപ്പട്ട, മുളകിൻ്റെ തണ്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിന് എരിവും പുകച്ചിരി ഒരുമാതിരി പുളിപ്പും ഒക്കെ ആയിട്ട് ഈ വെള്ളം കിട്ടും. അന്നപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല് തന്നെ എലികൾക്ക്, പല്ലികൾക്ക്, പാറ്റകൾക്ക് ഇഷ്ടമേ ഇല്ല. അപ്പോൾ ഇത് നിങ്ങൾ വരുന്ന വഴിയിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് വെക്കുവാണ്, നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്ക് സാധാ കുപ്പിയിലാണെങ്കിലും എടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാൽ എന്നെ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ വേസ്റ്റ് ഒന്നും കളയേണ്ട. എലികളൊക്കെ കൂടി നിൽക്കുന്നത് കിച്ചൺ സിങ്കിൻ്റെ ഭാഗം, എലികളും പല്ലികളും ഒക്കെ കൂടുതൽ തണുപ്പ് പറ്റിയിട്ടാണ് വരുന്നത്. അപ്പം നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ ഭാഗം, ബാത്റൂമിൻ്റെ ഒക്കെ ഭാഗം കൊണ്ട് ആ ഒരു ഇത് കണ്ടില്ലേ, നമ്മുടെ കറുവാപ്പട്ടയൊക്കെ ആണെങ്കിലും കൊണ്ട് വെക്കുവാണെങ്കിൽ എലിയുടെ ശല്യമൊന്നും ഉണ്ടാകത്തേ ഇല്ല കേട്ടോ. നല്ല റിസൾട്ടാണ്. വിഷാംശം ഒന്നും വെക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് തുരത്തി ഓടിക്കാം. എന്നിട്ട് ഞാൻ ആ വെള്ളം തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ നമ്മുടെ സാനിറ്റൈസറിൻ്റെ ഒരു കുപ്പിയിലാണ് ഞാൻ ഒഴിച്ച് വെക്കുന്നത് കേട്ടോ. സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തത് കൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ചൂട് പോയിക്കഴിഞ്ഞാൽ അതിലേക്കൊന്ന് ഒഴിച്ചിട്ട് ഞാൻ ഗ്യാസ് അടുപ്പിൻ്റെ അവിടെയൊക്കെ എലിയുടെ ഭയങ്കര ശല്യമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒറ്റ യൂസിൽ തന്നെ ആ ഒരു സ്മെല്ലടിച്ചിട്ട് ആ വശത്ത് വരത്തേ ഇല്ല കേട്ടോ. എന്നിട്ട് ഞാൻ ഗ്യാസ് സ്റ്റോപ്പൊക്കെ സന്ധ്യ സമയത്തൊന്ന് ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം അതിലേക്ക് എല്ലാം ഒന്നിങ്ങനെ സ്പ്രേ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ എലി വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ ഇതുപോലെയാണ്, എലി പല്ലിയൊക്കെ ശല്യം കൂടി വരുന്ന ആ ഒരു ഭാഗങ്ങളിൽ ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് വെച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ആ ഒരു എല്ലായിടത്തും ഞാൻ വെച്ചിട്ട് ഗ്യാസിൻ്റെ പൈപ്പ് പോകുന്ന വഴി എല്ലാം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എവിടെയാണോ എലിയുടെയും പല്ലിയുടെയൊക്കെ ശല്യം ഉള്ളത് അവിടെയെല്ലാം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് തുടയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണം ഇത് തുടച്ചിടാം കേട്ടോ. ഞാനിത് തുടയ്ക്കുന്നൊന്നുമില്ല, പിറ്റേ ദിവസം രാവിലെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ടായിരുന്നു. ഒറ്റ എലികളൊന്നും വന്നിട്ടില്ല. കാര്യം ആ ഒരു സ്മെല്ലും ആ വെള്ളം അവിടെ കിടക്കുന്നത് കൊണ്ട് എലികളൊന്നും ആ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലോട്ട് പിന്നെ വന്നിട്ടേ ഇല്ല. അത്രയ്ക്ക് ഒരു എഫക്റ്റാണ്. നല്ല പുകച്ചിലാണ്. ഇത് വന്ന് നക്കി കഴിയുമ്പോൾ നല്ല പോലെ പുകയും ഇതുങ്ങൾക്ക് വൈകിട്ട് ചെല്ലുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് അതുങ്ങൾ ആ വശത്തോട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഭിത്തിയുടെയൊക്കെ ഈ ഒരു വിടവിലൊക്കെ ഇങ്ങനെ തണുപ്പ് പറ്റി പല്ലി പാറ്റ ഒക്കെ കയറിയിരിക്കും. അതുപോലെ ചെലന്തിയൊക്കെ ഉള്ളവരുടെ വീടുകളിലുണ്ടെങ്കിൽ ഇതുപോലെ ഇതുകൊണ്ട് സ്പ്രേ ചെയ്താൽ മതി. ചെലന്തി പിന്നെ ഒരു വർഷത്തേക്ക് ആ വശത്തോട്ട് പോലും നോക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്പുകൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.